എന്നാണ്. അഥവാ അധികാരം ഒരു ഉത്തരവാദിത്തമായി കണ്ടപ്പോ തന്റെ ജീവിതത്തിൽ അധികാരത്തിന്റെ സമയത്തും അല്ലാത്ത സമയങ്ങളിലുമൊക്കെ നീതി നടപ്പിലാക്കണമെന്ന പൂർണ്ണമായ ബോധ്യമുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ അതിന് സാക്ഷിയാണ്. ആരാണോ അനീതി പ്രവർത്തിക്കുന്നത് അവരോട് അത് പാടില്ല എന്ന് ധൈര്യസമേതം പറയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ്. നിങ്ങൾക്കറിയുമോ, ബദർ യുദ്ധത്തിന്റെ സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യുദ്ധത്തിനുള്ള സ്വഫ് അണി ശരിയാക്കുന്ന സമയം വരിയിൽ നിന്ന് അല്പം മാറി നിന്ന സവാദ് ബിൻ അസിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വയറ്റിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലുള്ള വടി കൊണ്ടൊന്ന് മെല്ലെയൊന്ന് കൊട്ടി സവാദ് വരി ശരിയാക്കൂ എന്ന് പറഞ്ഞപ്പോ സവാദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, പ്രവാചകരെ, താങ്കൾ നീതിയുമായി വന്ന പ്രവാചകനാണെങ്കിൽ താങ്കൾ എന്നെ വേദനിപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് പ്രതികാരം ചെയ്യാൻ അവസരം തരണമെന്നായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സവാദ് ഇബ്നു അസിയ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ട മാത്രയിൽ തന്നെ തന്റെ കയ്യിലുള്ള വടി സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നൽകി തന്റെ ഷർട്ട് പൊക്കി കാണിച്ചു കൊടുത്ത് തന്റെ വയറ് കാണിച്ചു കൊടുത്ത്, സവാദ് ഇതാ പ്രതികാരം ചെയ്യൂ സവാദ് എന്ന് പറഞ്ഞ് സ്വന്തം വയറ് കാണിച്ചു കൊടുത്ത് സ്വന്തം സ്വഹാബിയോട് വയറ്റ തടിക്കാൻ പറഞ്ഞ് പ്രതികാരം ചെയ്യാൻ പറഞ്ഞ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സവാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കെട്ടിപ്പിടിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചുംബിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തിനാണ് സവാദ് താങ്കൾ ഇങ്ങനെ പറഞ്ഞത് എന്തിനാണ്? സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, ഈ യുദ്ധത്തിന്റെ അവസാന നിമിഷങ്ങളിൽ എന്റെ ചർമ്മവും നിങ്ങളുടെ ചർമ്മവും ഒന്നിച്ചു കൊള്ളട്ടെ എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഈ അവസാന സമയത്ത് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു പോയത് എന്ന് അദ്ദേഹം പറയുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നത് ഹദീസുകൾ വിശദീകരിക്കുകയാണ്. അഥവാ നീതിയുടെ പ്രവാചകൻ സ്വന്തത്തിനെതിരാണെങ്കിൽ പോലും നീതി നിർവഹിക്കണമെന്ന് സമൂഹത്തെ പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മഖ്സൂം ഗോത്രക്കാരിയായ ഉന്നത ഗോത്രക്കാരിയായ ഒരു സ്ത്രീ അവൾ മോഷ്ടിച്ചപ്പോ ആ മോഷണം പിടിക്കപ്പെട്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ആളുകൾ ശുപാർശയുമായി വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോടായി പറഞ്ഞത്, ബനു ഇസ്രായേല്യരിൽ സംഭവിച്ചത് ഇതായിരുന്നു. അവരിലുള്ള പ്രമാണിമാർ തിന്മ ചെയ്താൽ ആ തിന്മയെ അവർ ന്യായീകരിക്കുകയും അവരിലുള്ള ദുർബലർ തെറ്റ് ചെയ്യുമ്പോൾ അവരെ ശിക്ഷിക്കുകയും ചെയ്യുമായിരുന്നു ബനു ഇസ്രായേല്യരിൽ. എന്നാൽ എന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ പോലും അവളുടെ കൈ ഞാൻ മുറിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അഥവാ ആര് തന്നെ എത്ര വലിയ ആളുകളാണെങ്കിലും അനീതി കാണിച്ചാൽ അവരെ ശിക്ഷിക്കണമെന്ന് ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. സ്വന്തം വീട്ടിലെ കുട്ടികൾ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ സകാത്തിന്റെ ഈത്തപ്പഴങ്ങൾ കൂട്ടിയിട്ട സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രന്മാരായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർ രണ്ടുപേരും കളിക്കുന്ന സമയം അതിൽ നിന്നൊരാൾ ഈത്തപ്പഴമെടുത്ത് വായിലേക്ക് ഇട്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വിരൽ വെച്ച് ഈത്തപ്പഴം പുറത്തേക്കെടുത്ത് അദ്ദേഹം പറഞ്ഞത്, അമാ അലിംത അന്ന ആല മുഹമ്മദൻ ലാ യഅകുലൂന സ്വദഖ, മോനെ നിനക്കറിയില്ലേ മുഹമ്മദിന്റെ കുടുംബം സ്വദഖ സകാത്തിന്റെ മുതൽ ഭക്ഷിക്കാത്തവരാണെന്ന്, മോനെ നിനക്കറിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കാര്യം പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ നീതി നിർവഹിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വാഭാവികമായും ആ നീതിയുടെ ഭാഗമായി തന്റെ സമൂഹത്തെ സംരക്ഷിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്തമായി വരികയാണ്. എങ്ങനെയുള്ള ഉത്തരവാദിത്തം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തപ്പോ മക്കയിൽ തങ്ങളെ പീഡിപ്പിച്ച ആളുകൾ അവരെ ഉപേക്ഷിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയപ്പോ മദീനയിലുള്ള ആളുകളിൽ അധികവും ഇസ്ലാം സ്വീകരിക്കുകയും അവിടെയുള്ള ജൂതന്മാരുമായി കരാറുണ്ടാക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയുള്ള രാഷ്ട്ര നേതാവായി മാറുകയും ചെയ്യുകയാണ്. രാഷ്ട്ര നേതാവായി മാറുമ്പോ തന്റെ പ്രജകളെ സംരക്ഷിക്കുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്തമാണ്. തന്റെ പ്രജകൾക്ക് മുഴുവനും നീതി ലഭിക്കുക എന്നത് ഉറപ്പുവരുത്തുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന രാഷ്ട്ര നേതാവിന്റെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ്. എന്റെ വലത് കൈ, എന്റെ കൈ ഒരാൾ മുറിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോ നിന്റെ ഏത് കൈയാണ്? വലത് കൈയാണോ മുറിച്ചത് എങ്കിൽ നീ നിന്റെ ഇടത് കൈ കൂടെ കാണിച്ചു കൊടുക്കണമെന്ന നീതിശാസ്ത്രമല്ല,
മാനവികതയ്ക്ക് യോജിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ രാഷ്ട്ര നേതാവായി വന്നപ്പോ ആ സമയത്ത് മക്കയിൽ ശത്രുക്കൾ മുഴുവനും ഇസ്ലാമിനെ എതിരിൽ ചിന്തിക്കുകയും മദീനയിൽ ആളുകൾ മുഴുവനും മുസ്ലിങ്ങളായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഇസ്ലാമിനെ തകർക്കാനും നശിപ്പിക്കാനും എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കുകയും ആ ആലോചനയുടെ ഭാഗമായി അവർ ഒരു വലിയ കച്ചവട സൈന്യം തന്നെ യാത്ര തീരുമാനിക്കുകയാണ്. അവിടെയുള്ള മുഴുവൻ ആളുകളിൽ നിന്നും സമ്പത്ത് ശേഖരിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത മുസ്ലിങ്ങൾ ഉപേക്ഷിച്ചു പോയ ആ സ്വത്ത് പോലും ഉപയോഗിച്ച് കച്ചവട യാത്ര നടത്തുകയും ആ കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ഇസ്ലാമിനെ തകർക്കാൻ, മുസ്ലിങ്ങളെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കണം എന്ന് തീരുമാനിച്ച് അവർ കച്ചവട യാത്ര ചെയ്യുകയാണ്. എന്ത് ചെയ്യും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന രാഷ്ട്ര നേതാവിന് എന്ത് ചെയ്യാൻ കഴിയും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രജകളെ മുഴുവനും നശിപ്പിക്കാൻ ആളുകൾ കച്ചവട യാത്രയുമായി വരുമ്പോ ഇരു കൈയും നീട്ടി തന്റെ പ്രജകളെ മുഴുവനും നശിപ്പിച്ചു കൊള്ളട്ടെ എന്ന് തീരുമാനിക്കാൻ നീതിമാനായ ഏതെങ്കിലും ഭരണാധികാരികൾക്ക് കഴിയുമോ? ഇന്ത്യ മഹാരാജ്യത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ശത്രു രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യം ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോ ഈ രാജ്യത്തിലെ പ്രജകളെ മുഴുവനും നശിപ്പിച്ചാലും ഞങ്ങൾ രക്ഷപ്പെട്ടാൽ മതി എന്ന ചിന്തയോടുകൂടെ നിൽക്കുന്ന ഏതെങ്കിലും ഭരണാധികാരികൾ ഉണ്ടാകുമോ? ഇല്ല എന്നതാണ് സത്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ ഈ നീതിയുടെ ഭാഗമായി, കാരുണ്യത്തിന്റെ ഭാഗമായി ആ കച്ചവട സംഘത്തെ തടയുകയും അതാണ് പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ആദ്യത്തെ യുദ്ധമായ ബദർ യുദ്ധമായി മാറുകയും ചെയ്യുന്നത്. യുദ്ധം ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നില്ല. യുദ്ധം ഉണ്ടാകാതിരിക്കാനുള്ള സകല സംവിധാനങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആലോചിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലേ ഹുദൈബിയ സന്ധിയെ കുറിച്ച്? നീണ്ട 10 വർഷം യുദ്ധമുണ്ടാകാൻ പാടില്ല എന്ന സമാധാനത്തിന്റെ കരാറിലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒപ്പുവെച്ചത്. ഒപ്പുവെക്കുന്ന സമയത്ത് പോലും റഹ്മാനും റഹീമുമായ നാഥനെ അംഗീകരിക്കാത്ത ആളുകൾ, മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് അംഗീകരിക്കാത്ത ആളുകൾ, അവരോട് പോലും അതുപോലും അംഗീകരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒപ്പുവെച്ചപ്പോ ആ കരാറിലെ ഒരു ഭാഗം ഏതാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? മുസ്ലിങ്ങളായി ആരെങ്കിലും ഖുറൈശികളിലേക്ക് പോയാൽ അവരെ സ്വീകരിക്കാമെന്നും ആരെങ്കിലും ഖുറൈശികളിൽ നിന്ന് മുസ്ലിങ്ങളിലേക്ക് വന്നാൽ അവരെ സംരക്ഷിക്കാൻ പാടില്ല എന്ന കരാറിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒപ്പുവെക്കുകയാണ്. പല ആളുകളും ചോദിച്ചു പോയി, പ്രവാചകരെ ഇത് വഹീന്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരാറിൽ ഒപ്പുവെച്ച് മഷി ഉണങ്ങുന്നതിന് മുമ്പ് മുശ്രിക്കുകളുടെ നേതാവായ സുഹൈൽ ഇബ്നു അംർ, അദ്ദേഹത്തിന്റെ മകനായിരുന്ന അബൂജന്തൽ റളിയല്ലാഹു അൻഹു കാലിൽ ഒരു ചങ്ങലയും വലിച്ച് കണ്ണിലൂടെ കണ്ണീരൊഴുക്കി പ്രവാചകരെ എന്നെ സ്വീകരിക്കണം പ്രവാചകരെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടി വന്ന അബൂജന്തൽ റളിയല്ലാഹു അൻഹുവിനോട് അബൂജന്തൽ കരാറിൽ ഒപ്പുവെച്ചു പോയി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചയച്ച, താങ്കളുടെ കാര്യത്തിൽ അള്ളാഹു തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചയച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യത്തിന്റെ പ്രതീകമായി, നീതിയുടെ പ്രതീകമായി മാറിയിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധിത സമൂഹത്തിന്റെ മനഃശാസ്ത്രം പഠിച്ച് പ്രബോധനം ചെയ്ത വ്യക്തിയായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്ന സമയം അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് വന്നുകൊണ്ട് ഹുസൈൻ ഇബ്നുൽ മുൻദിർ എന്ന് പറയുന്ന വ്യക്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കി അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. മുഹമ്മദ്, താങ്കൾ പ്രവാചകനാണെന്ന് വാദിക്കുന്നുണ്ടോ? ഏകദൈവ വിശ്വാസമാണോ താങ്കൾ പ്രചരിപ്പിക്കുന്നത്? മരണത്തിന് ശേഷം ഒരു ലോകമുണ്ടെന്ന് താങ്കൾ പറയുന്നുണ്ടോ? എന്നിങ്ങനെ തുടരെ ചോദ്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഉത്തരം പറയാൻ പോലും കഴിയാത്ത രൂപത്തിൽ കഴുത്തിൽ മുണ്ടിട്ട് വസ്ത്രമിട്ട് മുറുക്കിയിരിക്കുകയാണ് ഈ വ്യക്തി. സഹാബികൾ അദ്ദേഹത്തെ എതിർക്കാൻ നോക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ട എന്ന രൂപത്തിൽ ആംഗ്യം കാണിച്ചു കൊടുത്തു. അല്പസമയം കഴിഞ്ഞപ്പോ അദ്ദേഹം ആ പിടി വിട്ടുകഴിഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വസ്ഥനായി മാറിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോടായി ചോദിച്ചു, കം ഇലാഹൻ തഅബദ്, മനുഷ്യ നീ എത്ര ആരാധ്യന്മാരെ
നീ ആരാധിക്കുന്നുണ്ട്. എത്ര ആരാധ്യന്മാരാണ് നിനക്കുള്ളത്? അദ്ദേഹം പറഞ്ഞു, സബ്അ, എനിക്ക് 7 ആരാധ്യന്മാരുണ്ട്. സിത്തതൻ ഫിൽ അർളി വവാഹിദൻ ഫിസ് സമാ, എന്റെ ആരാധ്യന്മാർ 6 ഭൂമിയിലും 1 ആകാശത്തുള്ളവനുമാണ് എന്ന് അയാൾ പറയുകയാണ്. ഭൂമിയിൽ 6 ദൈവങ്ങളും ആകാശത്തിൽ 1 ദൈവവുമാണ് അയാൾക്കുള്ളത് എന്ന് അയാൾ വിശദീകരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കച്ചവടത്തിന് സാമ്പത്തികമായ മാന്ദ്യം നേരിട്ടാൽ നീ ആരോടാണ് നിന്റെ സങ്കടങ്ങൾ പറയുക? അദ്ദേഹം പറഞ്ഞു, മംഫിസ്സമാ, ഉപരിയിലുള്ള അള്ളാഹുവിനോടാണ്, ദൈവത്തോടാണ് എന്ന് വീണ്ടും ചോദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, താങ്കൾക്ക് ഇവിടെ വരൾച്ചയുണ്ടായി, വെള്ളം ആവശ്യമായി വരുമ്പോ ആ വെള്ളത്തിന് വേണ്ടി താങ്കൾ ആരോടാണ് യാചിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു, മംഫിസ്സമാ, ഉപരിയിലുള്ളവനോട് എന്ന് വീണ്ടും ചോദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോ ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആരുടെ മുന്നിലാണ് നീ അവതരിപ്പിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു, മംഫിസ്സമാ, അള്ളാഹുവിനോട് എന്ന്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അപ്പോ നിനക്ക് ഉപകാരം കിട്ടുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് പ്രയാസം വരുമ്പോഴൊക്കെ അള്ളാഹുവിനോട് പറയുകയും അതിന്റെ നന്ദിയൊക്കെ ഭൂമിയിലുള്ള ആളുകളോടാണോ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അള്ളാഹുവിലുള്ള വിശ്വാസം അത് ശരിയാക്കുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുകയാണ്. എന്ന് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു ഗ്രാമീണനായ അറബി കയറി വരികയും ആ അറബിയോട് അദ്ദേഹം ചില കാര്യങ്ങൾ സംസാരിച്ച് അങ്ങനെ തീരുമാനിച്ച് അദ്ദേഹം പുറത്തു പോകുന്ന സമയം ആ പള്ളിയിൽ വെച്ച് അറബി ഗ്രാമീണനായ അറബി മൂത്രമൊഴിച്ചപ്പോ സഹാബികളൊക്കെ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ വേണ്ടി ഓടിയെത്തിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തടയുകയും എന്നിട്ട് അവിടെ അദ്ദേഹം മൂത്രമൊഴിച്ച ഭാഗത്ത് കുറച്ച് വെള്ളമൊഴിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയുമാണ്. അതിനുശേഷം അയാൾ ശാന്തമായതിനു ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ പഠിപ്പിക്കുകയാണ്, ഇങ്ങനെയുള്ള പള്ളികൾ എന്ന് പറഞ്ഞാൽ മൂത്രമൊഴിക്കാനോ കാഷ്ടിക്കാനോ ഉള്ള സ്ഥലമല്ല, മറിച്ച് ആരാധനക്കുള്ള, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനുള്ള, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള സ്ഥലങ്ങളാണ് ഇത്തരത്തിലുള്ള പള്ളികൾ എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. ചെറിയ കുട്ടികളാണെങ്കിൽ പോലും ആ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിരുന്നു എന്നാണ്. അലക്ഷ്യമായി ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിന്റെ ഇവിടെ നിന്നുമായി ഭക്ഷണം കഴിക്കുന്ന കുട്ടിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ ഗുലാം സമ്മില്ല, എന്റെ പൊന്നുമോനെ നീ ബിസ്മില്ല എന്ന് പറയണം, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയണം. എന്നിട്ട് വകുൽ ബിയമീനിക്, നിന്റെ വലത് കൈ കൊണ്ടാണ് നീ ഭക്ഷണം കഴിക്കേണ്ടത്. അതേപോലെ തന്നെ വകുൽ മിമ്മാ യലിക്, നിന്റെ ഭാഗത്ത് നിന്ന് നീ ഭക്ഷണം കഴിക്കണമെന്ന് ഭക്ഷണം കഴിക്കുന്ന മര്യാദ ഒരു ചെറിയ കുട്ടിയെ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് അവന് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മാനുഷിക ബന്ധങ്ങൾ പുലർത്തിയ നീതിയുടെയും കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് അദ്ദേഹത്തിന്റെ ജീവിതം നിലനിൽക്കുകയാണ്. ഒരിക്കലും ഒരു വലിയ വ്യക്തി എന്ന രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഹങ്കരിച്ചിട്ടില്ല. ലോകത്തിലെ അത്യുന്നതനായ വ്യക്തി എന്ന രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അഹങ്കരിച്ചിട്ടില്ല. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഗ്രാമീണനായ ഒരു അറബി കയറി വന്നപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ആ വ്യക്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം കൊണ്ട് വിറച്ചുപോയി. അദ്ദേഹത്തിന് ശരിക്ക് നിൽക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ വിറക്കുന്നത് കണ്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹവ്വിൻ അലൈഹ്, മനുഷ്യ താങ്കൾ ഒന്ന് ശാന്തനാകണം, താങ്കൾ ഒന്ന് ശാന്തനാകണം. എന്തിനാണ് താങ്കൾ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? ഞാനും നിങ്ങളെപ്പോലെ ഒരു ഉമ്മ പറ്റ മകൻ തന്നെയല്ലേ, ഞാനും നിങ്ങളെപ്പോലെ ഭക്ഷണം കഴിക്കുന്ന ഒരാളല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ശാന്തനാക്കുകയാണ്. മാതാപിതാക്കളെ സ്നേഹിക്കാൻ വേണ്ടി സമൂഹത്തെ പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന്റെ വേളയിൽ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വന്ന പ്രവാചക അനുചരനോട് പോലും താങ്കൾക്ക്
പ്രായമുള്ള വാർദ്ധക്യത്തിലായ മാതാപിതാക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉണ്ട് പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തെ തിരിച്ചയച്ച് അവരെ സംരക്ഷിക്കണം, അവരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് തിരിച്ചയച്ച മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ സമൂഹത്തോട് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏത് മേഖലകൾ പരിശോധിച്ചു നോക്കൂ, ഒരിക്കലും ഒരു ന്യൂനത പോലും കാണാത്ത രൂപത്തിൽ ഔജ്ജല്യത്തോടുകൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നിലനിൽക്കുകയാണ്. ആർക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രക്തദാഹിയാണെന്ന് പറയാൻ കഴിയുക? ആർക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഭീകരവാദിയാണെന്ന് പറയാൻ കഴിയുക? ആർക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തീവ്രവാദിയാണ് എന്ന് പറയാൻ കഴിയുക? അദ്ദേഹത്തിന്റെ ജീവിതം സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ജീവിതമായിരുന്നുവെങ്കിൽ ആളുകൾക്ക് മുഴുവനും വിട്ടുവീഴ്ചയുടെ കൃത്യമായ ബാലപാഠങ്ങൾ പഠിപ്പിച്ച മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയായി മാറുകയാണ്. മക്ക വിജയിച്ചടക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്യുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് തന്നെ ഉപദ്രവിച്ച ആളുകളെ അതേപോലെ ഉപദ്രവിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കുമായിരുന്നു. തന്റെ അനുയായികളെ ഉപദ്രവിച്ചതുപോലെ ഉപദ്രവിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കും സാധിക്കുമായിരുന്നു. എല്ലാ നിലക്കും ശത്രുക്കളെ മുഴുവനും മുന്നിൽ കിട്ടിയാൽ അവരെ ഏതൊക്കെ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുന്ന രൂപത്തിൽ അവരെ കൊലപ്പെടുത്താനും അവരെ ആക്രമിക്കാനും സന്നദ്ധരായ ആയിരക്കണക്കിന് സ്വഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ടായിട്ട് പോലും അവർക്ക് കാരുണ്യത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ, വിട്ടുവീഴ്ചയുടെ വചനം ഓതിക്കൊടുത്ത മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തീർച്ചയായും മാതൃകയുണ്ട് എന്നാണ്. നിങ്ങൾ ഒരു കുടുംബനാഥനായോ എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചു നോക്കൂ. ഭാര്യമാരോട് എങ്ങനെ പെരുമാറണമെന്ന് കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പേരക്കുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളും ഓരോരുത്തർക്കും മാതൃകയാക്കാൻ കഴിയുന്ന ഭാഗങ്ങളാണെങ്കിൽ ഇങ്ങനെ ആര് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ വിമർശിച്ചാലും അതൊരിക്കലും നിലനിൽക്കുന്ന സത്യമല്ല എന്നും ബലൂൺ പോലെ, കുമിളകൾ പോലെ ഏത് സമയത്തും പൊട്ടിപ്പോകുന്ന ആശയങ്ങൾ മാത്രമാണ്, ആദർശങ്ങൾ മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കുന്ന ആളുകൾക്കുള്ളത് എന്ന് തിരിച്ചറിയുകയും ഈ വിഷയത്തെ സംബന്ധിച്ച് നാം കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തെറ്റായ വാർത്തകൾ പലരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രദേശങ്ങളിലുള്ള മുഴുവൻ ആളുകൾക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകായോഗ്യമായ ജീവിതത്തെ പരിചയപ്പെടുത്തുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ വിഷയ സംബന്ധിയായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾക്കുള്ള സെഷനാണ് ഇൻഷാ അല്ലാഹ് ആരംഭിക്കാൻ പോകുന്നത്. ഓരോരുത്തരും ആ രൂപത്തിൽ ഈ വിഷയത്തെ സ്വീകരിക്കുകയും നിങ്ങളുടെ സംശയ നിവാരണത്തിന് വേണ്ടി ഈ സെഷനെ ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മുഹമ്മദ് ചിസ്തി. എന്റെ ചോദ്യം, സാഹിത്യത്തിന്റെ തറവാട്ടിലേക്കായിരുന്നു വിശുദ്ധ ഖുർആനിന്റെ അവതരണം എന്ന് ചരിത്രകാരന്മാർ പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നത് ആ സമൂഹം നിരക്ഷരരായിരുന്നു, പ്രവാചകൻ അദ്ദേഹവും നിരക്ഷരനായിരുന്നു എന്ന് പറയുന്നു. ഇവിടെ ഇങ്ങനെ ഒരു പരാമർശം ഖുർആൻ നടത്തുന്നത് ഖുർആൻ അള്ളാഹുവിന്റെ റസൂലിന്റെ സൃഷ്ടിയല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയല്ലേ എന്നതാണ് എന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവരിൽ മഹോന്നതൻ എന്ന വിഷയമാണ്
നമ്മുടെ മുന്നിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ഈ സമ്മേളനത്തിൻ്റെ പ്രമേയമാണ്. കഴിഞ്ഞ 6 മാസക്കാലമായി സ്നേഹസംവാദം മാസിക നടത്തിവന്ന പ്രചരണ പ്രവർത്തനങ്ങളുടെ തലക്കെട്ടുമാണിത്. ഇനി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ വിഷയസംബന്ധിയായ തുറന്ന ചർച്ചയാണ്. ചർച്ചയിൽ സജീവമായി സംബന്ധിക്കണമെന്ന് ഈ കലാലയ ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികളോടും അല്ലാത്തവരോടുമെല്ലാം വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ നമ്മുടെ സുഹൃത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമുണ്ടായത് അറേബ്യൻ സാഹിത്യ തറവാട്ടിലെ ആളുകൾക്കിടയിലാണ് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിരക്ഷരരായ ജനങ്ങളിലേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരനാണ് എന്നും വാദിക്കുന്നത് പരിശുദ്ധ ഖുർആൻ പ്രവാചകന്റെ സൃഷ്ടിയല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയല്ലേ എന്നാണ്. അത്തരമൊരു വാദം തീർച്ചയായും ഉന്നയിക്കാവുന്നതാണ്. ആ വാദത്തിന്റെ മറുപടി, ഒന്നാമതായി സാഹിത്യ സൃഷ്ടിയും അക്ഷരജ്ഞാനവും തമ്മിൽ ബന്ധമില്ല എന്നതാണ് ഒന്നാമത് നമ്മൾ അറിയേണ്ടത്. സാഹിത്യ സൃഷ്ടിക്ക് അക്ഷരജ്ഞാനം, ലിറ്ററസി വേണമെന്നത് നമ്മുടെ തെറ്റായ ഒരു സങ്കല്പനമാണ്. ലോകത്തെ പ്രസിദ്ധമായ സാഹിത്യ സൃഷ്ടികളെല്ലാം വാമൊഴിയായി പകർത്തപ്പെട്ടവയാണ്. അവയൊന്നും തന്നെ രേഖീകരിക്കപ്പെട്ടത് പിൽക്കാലഘട്ടത്താണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഹോമറുടെ ഇലിയാഡാണെങ്കിലും നമ്മുടെ ഇന്ത്യയിലെ മഹാഭാരതത്തെ പോലെയുള്ള ഇതിഹാസങ്ങളാണെങ്കിലുമെല്ലാം അത് ആളുകൾ പാടി പറഞ്ഞുകൊണ്ടാണ് അത് പകർത്തപ്പെട്ടത്. അത് എഴുതപ്പെട്ടത്, രേഖീകരിക്കപ്പെട്ടത് പിൽക്കാലഘട്ടത്തിൽ. നമ്മുടെ കാലത്ത് തന്നെയുള്ള പ്രഗത്ഭരായ പല കവികളും നിമിഷ കവികളായിരുന്നു. നമ്മുടെ കഴിഞ്ഞ തലമുറയിലെല്ലാമുള്ള കവികൾ, വള്ളത്തോളിനെ പോലെയുള്ള കവികൾ പോലും, അവരൊന്നും തന്നെ പേനയും കടലാസും എടുത്ത് അക്ഷരങ്ങൾ രേഖപ്പെടുത്തി കവിതകൾ എഴുതുകയായിരുന്നില്ല. സന്ദർഭങ്ങൾക്കനുസരിച്ച് അവർക്ക് ഭാഷയിലൂടെ കവിതകൾ രൂപപ്പെടുകയായിരുന്നു. അത് വാമൊഴിയായി പറയുകയായിരുന്നു എന്നർത്ഥം. അപ്പോൾ സാഹിത്യ സൃഷ്ടി എന്നത് അക്ഷരജ്ഞാനവുമായി നേർക്കുനേരെ ബന്ധപ്പെടുന്നു എന്ന ധാരണ അബദ്ധമാണ്. അറബികൾക്കിടയിൽ അക്ഷരജ്ഞാനമുള്ള ആളുകളുണ്ടായിരുന്നു എന്നത് ശരിയാണ്. ഒരു സമൂഹം എന്നുള്ള നിലക്ക് പക്ഷേ അറബികൾ ഒരു സമൂഹം എന്നുള്ള നിലക്ക് അക്ഷരജ്ഞാനികളായിരുന്നില്ല. അതിന് ചരിത്രത്തിൻ്റെ ഏറെ സാക്ഷ്യങ്ങൾ നമുക്കുണ്ട് താനും. അത് കാരണം ആ സാക്ഷ്യം എന്ത് എന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആനിൻ്റെ വാദം മാത്രമല്ല. പരിശുദ്ധ ഖുർആൻ ഒരു വാദം ഉന്നയിക്കുമ്പോൾ അതിനൊരു പ്രതിവാദം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും അതിന് തെളിവുണ്ടാകണം. പരിശുദ്ധ ഖുർആൻ ഈ വാദം ഉന്നയിക്കുന്നത് മുസ്ലിങ്ങൾക്കിടയിലുള്ള ഒരു വിശ്വാസ പ്രമാണം എന്നുള്ള നിലക്കല്ല, മറിച്ച് മുസ്ലിങ്ങളും മുശ്രിക്കുകളും ക്രിസ്ത്യാനികളും ജൂതന്മാരും ഇസ്ലാമിൻ്റെ അന്ന് മുതൽ ഇന്ന് വരെ ശത്രുക്കളായി നിലനിൽക്കുന്ന സമൂഹങ്ങളുടെ നടുവിലാണ്. അത്തരം സമൂഹത്തിന്റെ നടുവിൽ നിരക്ഷരനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ തീർച്ചയായും അക്കാലഘട്ടത്തിലോ അതിൻ്റെ അടുത്ത തലമുറയിലോ ഉള്ള ആളുകൾ ഇസ്ലാമിനെ വിമർശനം എഴുതുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിമർശനം എഴുതുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ വാദം തെറ്റാണ്, മുഹമ്മദ് അക്ഷരജ്ഞാനിയായിരുന്നു എന്ന് സ്ഥാപിക്കേണ്ടത് അവരുടെ ചുമതലയായിരുന്നു. അവരത് ചെയ്തിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം
സമകാലികമായ തെളിവുകൾ ലഭിക്കുമായിരുന്നു പ്രവാചകൻ അക്ഷരജ്ഞാനമുണ്ടെങ്കിൽ അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി. പരിശുദ്ധ ഖുർആനിന്റെ ദൈവികതയെ വെല്ലുവിളിക്കാൻ പല രൂപങ്ങളിൽ പരിശ്രമിച്ച ആളുകളുണ്ട്. അതിന്റെ രേഖകളുമുണ്ട്. ഈ രേഖകളിലൊന്നും തന്നെ അക്കാലഘട്ടത്തിൽ മുതൽ ഇവിടെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതാവസാനത്തോടനുബന്ധിച്ച് തന്നെ ലോകത്ത് ക്രൈസ്തവ മിഷനറിമാരും ജൂതന്മാരും എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള സംഘടിതമായ പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ രേഖകൾ ഇന്ന് ഉപലബ്ധവുമാണ്. പക്ഷെ അവിടെയൊന്നും പരിശുദ്ധ ഖുർആനിലെ ഈ വാദം ശരിയല്ല എന്ന് മുഹമ്മദ് നബി വിചാരിച്ചതുപോലെയല്ല, അക്ഷരജ്ഞാനമുള്ളയാളായിരുന്നുവെന്ന് വാദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരമൊരു വാദത്തിന് തെളിവില്ല. അതുകൊണ്ട് തന്നെ അത്തരമൊരു വാദത്തിന് തെളിവില്ലാത്തത് കൊണ്ട് അതിനൊരു പ്രതിവാദത്തിന്റെ ആവശ്യമില്ല. പിന്നെയുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എങ്കിൽ പ്രവാചകന്റെ ബുദ്ധിയിൽ തോന്നിയ ആശയങ്ങളുടെ ഒരു സമ്മേളനമാണ് പരിശുദ്ധ ഖുർആനിലുള്ളതെങ്കിൽ തീർച്ചയായും അടിസ്ഥാനപരമായി ഇത്തരം വിമർശകന്മാർ മറുപടി പറയേണ്ട ചില വിഷയങ്ങളുണ്ട്. സാഹിത്യപരമായി അവരെ സംബന്ധിച്ചിടത്തോളം സാഹിത്യപരമായി ഈ പ്രവാചകൻ ഒരു മഹാസാഹിത്യകാരനായിരുന്നു എന്ന വാദം ഇപ്പോൾ നമുക്ക് ആണ് എന്നവർക്ക് തെളിയിക്കാൻ കഴിയാത്തതുപോലെ തന്നെ അല്ല എന്ന് തെളിയിക്കുവാനും വസ്തുനിഷ്ഠമായ തെളിവുകൾ ലഭ്യമല്ല. വസ്തുനിഷ്ഠമായ തെളിവുകൾ, ആത്മനിഷ്ഠമായ തെളിവുകളെ ലഭിക്കൂ. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ രചനയാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നവർ തീർച്ചയായും മറുപടി പറയേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട്. എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്രോതസ് എന്തായിരുന്നു എന്ന് ഖുർആനിലെ വിവരങ്ങളുടെ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വിജ്ഞാനങ്ങളുടെ സ്രോതസ് പ്രവാചകൻ എവിടെ നിന്നാണ് അത് എടുത്തത് എന്ന ചോദ്യം പ്രസക്തമാകുന്നത് അത് എടുത്ത സ്ഥലം ഒരിക്കലും തെറ്റുപറ്റാത്ത, ഒരിക്കലും അബദ്ധമുണ്ടാകാത്ത ഒരു കേന്ദ്രമാകണം എന്ന് തെളിയിക്കുവാൻ സാഹിത്യത്തിന്റെ അകമ്പടിയുടെ ആവശ്യമില്ല. പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞല്ലോ, അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആൻ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാഇലെ വചനം. അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതെങ്ങാനും അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ, ധാരാളം അബദ്ധങ്ങൾ കാണാൻ കഴിയുമായിരുന്നു. പരിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങളിൽ എന്തെങ്കിലും ഒരു അബദ്ധമുണ്ട് എന്നവർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ സ്രോതസ് പടച്ചവൻ എന്ന സ്രോതസ്സിൽ നിന്നല്ല ഖുർആൻ എന്ന വാദത്തിന് എന്തെങ്കിലും വസ്തുനിഷ്ഠമായ തെളിവാകുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായി ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്ന ആളുകൾ പ്രവാചകന്റെ സ്രോതസ് ഏതാണ് എന്ന് പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിലനിൽക്കുന്ന വേദഗ്രന്ഥങ്ങളിൽ നിന്ന്, ബൈബിളിൽ നിന്ന്, പഴയ നിയമത്തിൽ നിന്ന്, തോറയിൽ നിന്ന്, ഈ പുതിയ നിയമത്തിൽ നിന്ന്, സുവിശേഷങ്ങളിൽ നിന്ന് എല്ലാം എടുത്തതായിരുന്നു എന്ന് പറയുന്നവർ ആ സുവിശേഷങ്ങളിലും പഴയ നിയമത്തിലുമെല്ലാമുള്ള അബദ്ധങ്ങൾ എന്തുകൊണ്ട് ഖുർആൻ ആവർത്തിക്കുന്നില്ല എന്ന ചോദ്യത്തിന് മറുപടി പറയണം. അപ്പോൾ ചുരുക്കത്തിൽ പരിശുദ്ധ ഖുർആന്റെ ദൈവികതക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം സാക്ഷ്യം അതിന്റെ സാഹിത്യപരമായ ഔന്നത്യം മാത്രമല്ല, അതിന്റെ ഉള്ളടക്കത്തിന്റെ സമഗ്രത കൂടിയാണ്, അന്യൂനത കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇനി സാഹിത്യപരമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്നത ശ്രേണിയിലുള്ളതായിരുന്നു, വ്യക്തിയായിരുന്നു എന്ന് വാദത്തിനു വേണ്ടി സമ്മതിച്ചാൽ പോലും പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹിയുടെ സൃഷ്ടിയാണ് എന്ന് പറയാൻ, എന്ന് സ്ഥാപിക്കുവാൻ വിമർശകർക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കുക. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ചോദ്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരക്ഷരനാണ് എന്ന് ഖുർആൻ വാദിക്കുന്നത് അതിന്റെ സ്രോതസ് പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ ഉണ്ടാക്കിയതല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയല്ലേ? തീർച്ചയായും പരിശുദ്ധ ഖുർആൻ പ്രവാചകന്റേതല്ല എന്ന് സമർത്ഥിക്കുവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരക്ഷരത ഖുർആൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ആ നിരക്ഷരത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരക്ഷരനല്ല, ആയിരുന്നില്ല എന്ന് സ്ഥാപിക്കുവാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അവരുടേതായ തെളിവുകളൊന്നും ലഭ്യമല്ലാത്തിടത്തോളം കാലം ഈ വാദം അജയ്യമായി, അചഞ്ചലമായി നിലനിൽക്കും എന്നുള്ളതാണ്.